ഇതിലേക്ക് ഭംഗിയുള്ള ഒരു ചെടിയാണ് ട്രസ്സീനി എന്ന് പറയുന്നത്. എന്ത് മനോഹരമാണിത് കാണാൻ. അതിൻ്റെ ആ ബ്രൗൺ നിറവും ചുവപ്പ് നിറവും എല്ലാം കൂടെ കലർന്ന നിറം എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. പ്ലാൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. ഇതിൻ്റെ തണ്ടിൽ നമ്മൾ ഇലച്ചെടികളിൽ ഒന്നാമനായി നിൽക്കുന്നതാണ് ട്രസ്സീനി. ഒരിക്കലും നശിക്കത്തില്ലത്. നമ്മളെ എന്ന് നോക്കുകയാണെങ്കിൽ എന്നും നമുക്ക് നിലനിർത്താൻ പറ്റും. അല്പ പരിചരണം മാത്രം മതിയാവുന്ന ഒരു ചെടിയാണ്. കുറച്ച് വെള്ളവും കുറച്ച് വളവും ഒക്കെ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അതുപോലെ തന്നെ കീടബാധകളൊക്കെ അതിനകത്തുനിന്ന് ഒഴിവാകും. കീടങ്ങളുടെ ശല്യം കുറവാണ് ചെടിക്ക്. പെട്ടെന്ന് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തണ്ടിനകത്ത് തൊലി റൗണ്ടിൽ ചെത്തിയെടുത്തിട്ട് ആ ഭാഗത്ത് ഇച്ചിരി പോട്ടിംഗ് മിശ്രിതം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനെ ബേബി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പോട്ടിംഗ് മിശ്രിതമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, എല്ലാവരും ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടിയും ഇച്ചിരി ചാണകപ്പൊടിയും മണ്ണും കൂടെ കലർത്തിയ മിശ്രിതം വെച്ച് ഈ ഉണ്ടാക്കിയ മുറിവിലോട്ട് വെച്ച് നല്ലതുപോലെ അമർത്തി ചുറ്റി കെട്ടി കൊടുക്കുന്നു. എന്നിട്ട് ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടി ഒന്നുകിൽ ആ മുറിപ്പാടുകളിൽ കെട്ടി വെച്ചേക്കുന്ന ഭാഗത്ത് ഹോളിടാം, അല്ലെങ്കിൽ അതിൻ്റെ ആ മുകൾ ഭാഗം ഇച്ചിരി ലൂസായിട്ട് ഇട്ടിരുന്നാൽ മതി. അപ്പം വെള്ളം അതിനകത്ത് വന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആ വെള്ളം ആ വെച്ചേക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിനകത്ത് തണുപ്പ് കൊടുത്തിട്ട് അവിടെ നിന്നും വേരിറങ്ങും. എന്തായാലും ഒരു 45 ദിവസത്തിനകം വേരിറങ്ങി കിട്ടും. പിന്നീട് നമുക്ക് മുറിച്ച് മാറ്റി വേറെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ പ്ലാന്റ് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റും വിലയുള്ളൊരു പ്ലാന്റും കൂടിയാണ്. ഇത് എല്ലാവരും വീട്ടിൽ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരത്തില്ല. എന്ന് നമുക്ക് ചെയ്യാൻ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ് ഇതുപോലെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, ആ ചെടിക്കകത്ത് മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ആ മുറിവിനകത്ത് പോട്ടിംഗ് മിശ്രിതം വെച്ച് കിട്ടുന്ന പോട്ടിംഗ് മിശ്രിതത്തിനകത്ത് ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ എല്ലാവരും ചകിരിച്ചോറ് വെക്കുമ്പോൾ ഞാൻ ഇച്ചിരി അറക്കപ്പൊടിയാണ് വെക്കുന്നത്. അറക്കപ്പൊടിയും മണ്ണും മണലും കൂടെ ചേർത്ത മിശ്രിതം അതിനകത്തോട്ട് വെച്ച് നല്ലതുപോലെ വരിഞ്ഞ് കെട്ടിയതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ മുകൾ ഭാഗം ഇച്ചിരി ലൂസാക്കി ഇട്ടിരുന്നാൽ മതി. ആ കെട്ട് അപ്പോഴത്തേക്ക് വെള്ളം അതിനകത്ത് ആ തണ്ടിൽ കൂടെ ഓർന്ന് വെച്ച് കെട്ടിയ ആ പോട്ടിംഗ് മിശ്രിതത്തിൽ നനയുകയും അങ്ങനെ ആ ഭാഗം നിലനിർത്തി ആ ഭാഗത്ത് നിന്നും വേരിറങ്ങുകയും ചെയ്തിട്ട് പിന്നെ ഒരു 10-45 ദിവസം കഴിയുമ്പോഴത്തേക്ക് വേര് നല്ലതുപോലെ ഇറങ്ങി കഴിയും. പിന്നെ അതിൻ്റെ മുറിച്ച് മാറ്റാവുന്നതാണ്. മുറിച്ച് മാറ്റി തണലത്ത് സൂക്ഷിക്കാം. മൊത്തത്തിൽ പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കലും ഒരു ദിവസം ഒരു പകുതി കട്ട് ചെയ്തിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് പിന്നീട് ഒരു കാൽഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് പിന്നെ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഇത് വേർപെട്ട് വരും. വേർപെട്ട് ചെടിയായി മാറുകയും പിന്നെ പ്രത്യേകിച്ച് വളരുന്നതിനുള്ള ഒരു ടെൻഡൻസി ഇതിനകത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് വാടിയൊക്കെ പോയി ചെവിയിലൊക്കെ കൊണ്ടാലൊക്കെ നശിച്ചു വെയിലും ഉണ്ടാകും. ഇങ്ങനെ ഈ മെത്തേഡ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നശിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. ഇന്ന് നമുക്ക് നിലനിർത്തുകയും ചെയ്യാം. ഈ ചെടി നല്ല മനോഹരിയാണ്. ചെടി നമുക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ അതിൻ്റെ നിറങ്ങൾ നമ്മളെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു നിറമാണിത്. നിങ്ങൾ ഇത് കണക്കൊന്ന് ചെയ്ത് നോക്കൂ. ഈ ട്രസ്സീനിയ കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതിനാണ് എയർ ലെയറിങ് എന്ന് പറയുന്നത്. അതിൻ്റെ തണ്ടിൽ മുറിവുണ്ടാക്കി മുറിവിൽ ഈ പോട്ടിംഗ് മിശ്രിതം വെച്ച് കെട്ടുന്നതിനാണ് എയർ ലെയറിങ് എന്ന് പറയുന്നത്. ഇതുപോലെ മിക്കവാറും ഉള്ള എല്ലാ ചെടികളിലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളും എല്ലാവരും ഇത് കണക്കൊന്നുകൊണ്ട് നോക്കും. ബൈ ബൈ, ടാറ്റ. ഭംഗികൾ കണ്ട, നല്ല ഇലകൾ, അവിടെ കളറുകൾ കണ്ട, നല്ല വലിയ ഭംഗിയല്ലേ കണ്ട. ആരും ഇഷ്ടപ്പെടും ഇത്. ഇതെന്ന് പറഞ്ഞാൽ ദീർഘകാലം നിൽക്കുന്ന ചെടിയും കൂടെ. പെട്ടെന്ന് ഉണങ്ങിയൊന്നും ഇത് പോകത്തില്ല, ദീർഘകാലം ഇത് നിൽക്കും.
എന്ത് ഭംഗിയാണ് ഈ ചെടിക്ക്, നല്ല ഭംഗിയാണ് ഈ ചെടിക്ക്. കണ്ടോ കണ്ടോ, ഭംഗിയില്ലേ ഇതിന്, നല്ല ഭംഗിയില്ലേ നോക്കൂ. ആണ് ലെയറിങ് എന്ന് പറയുന്നത്. ലെയറാകട്ടെ, എനിക്കട്ടെ മഴയും വെള്ളമൊക്കെ അങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക്